സൂപ്പർ ഫാസ്റ്റ് പ്രീമിയത്തെ ആശ്രയിക്കുക. ഏറ്റവും നല്ല സർവീസാണ്. ഏറ്റവും നല്ല സർവീസ് ജനങ്ങൾക്ക് തരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. എല്ലാ ജനങ്ങളുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിനേക്കാൾ വേഗത്തിലെത്താൻ കഴിയുന്ന സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്ന സംവിധാനം കൂടുതൽ നന്നായി ഉപയോഗപ്പെടുത്തുക. യാത്രക്കാരുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം KSRTC തുടങ്ങിയ സർവീസാണ്. അതേ നിലയിൽ മുന്നോട്ട് പോകും. യാത്രക്കാർക്ക് കൃത്യമായ സ്ഥലത്ത് എത്തണം. നിങ്ങളൊന്നൊരു യാത്രക്കാരൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക. ഞാനൊരു യാത്രക്കാരനാണ്. എന്നെ സംബന്ധിച്ച് എല്ലാ ബസ് സ്റ്റേഷനിലും അനാവശ്യമായി കയറി ഇറങ്ങുന്നത് ശരിയോ തെറ്റോ? നിങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മുഷിയാറില്ലേ? എൻ്റെ ചോദ്യം യാത്രക്കാരോടാണ്. ആ മുഷിപ്പ് ഈ KSRTC ഉപേക്ഷിക്കാൻ പലപ്പോഴും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കളക്ഷൻ തരുന്ന ലൈറ്റ്നിങ് എക്സ്പ്രസ് ബസ്സുകൾ. എന്താണ് കാരണം? ഒരു ജില്ലയിൽ ഒരു സ്ഥലത്തേ നിർത്തുള്ളൂ. ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് മാത്രം നിർത്തുന്ന വന്ദേ ഭാരതാണ് കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച യാത്രാ സൗകര്യം. അത് യാത്രക്കാരുടെ മാനസികാവസ്ഥ, സൈക്കോളജി മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാവർക്കും എല്ലായിടത്തും ഇറങ്ങാം, പക്ഷേ ഒന്നര വിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ബസ് കിട്ടും, എല്ലാ സ്ഥലത്തേക്കും ബസ് കിട്ടും, എല്ലാ സ്ഥലത്തു നിന്നും ബസ് കിട്ടും. പക്ഷേ നിരന്തരമായി സ്റ്റോപ്പുകളിൽ അനാവശ്യമായ ബസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ ഡീസൽ എത്രയാണ് പോകുന്നറിയാം. ഒരു ബസ് സ്റ്റേഷനിൽ അനാവശ്യമായി കയറി ഇറങ്ങുമ്പോൾ, ഒരു ടിക്കറ്റ് പോലും ഇല്ലാത്തൊരു ബസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുമ്പോൾ മിനിമം KSRTCക്ക് 3-4 ലിറ്റർ ഡീസൽ പോകും. ആ ദൂരം കറങ്ങി വരുമ്പോൾ, കയറി ഇറങ്ങി വരുമ്പോൾ അത്രയും പോകും. സമയം പോവും, ഡീസൽ പോവും. ആ ഡീസൽ പോകുമ്പോൾ 1-2 ലിറ്റർ ഡീസൽ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് 200 രൂപയിലേ പോകുന്നുള്ള 50 ബസ് കയറി ഇറങ്ങുമ്പോൾ എത്ര രൂപ പോകും എന്ന് കണക്കാക്കുക. ആയിരക്കണക്കിന് ബസ്സാണ്. ഉദാഹരണത്തിന് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ഒരു ദിവസം വന്നു പോകുന്നത് 900 ബസ്സാണ്. ചെറിയ സംഖ്യയല്ല, 900 ബസ്സാണ്. അവിടെ ഒരു ബസ് 1 ലിറ്റർ ഡീസൽ വെച്ച് നഷ്ടപ്പെടുത്തിയാൽ എത്ര ലക്ഷം രൂപ ഒരു ദിവസം നഷ്ടപ്പെടും. മാത്രമല്ല, നമ്മുടെ ഈ ബസ് റോഡ് പണി നടക്കുന്നത് കൊണ്ട്, ഹൈവേയിലും മറ്റും തൃശ്ശൂരൊക്കെ പണി നടക്കുന്നതുകൊണ്ട് മണിക്കൂറോളമാണ് ബസ് നിർത്തിയിട്ടിരിക്കുന്നത്. ഒരു നിർത്തിയിടൽ കഴിയുമ്പോൾ 5, 6, 10 ലിറ്റർ ഡീസലാണ് പോകുന്നത്. വെറുതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കാൻ. അങ്ങനെ നിൽക്കുമ്പോൾ പോകുന്ന ഡീസലിൻ്റെ തുക വെച്ച് നോക്കുമ്പോൾ ഈ റോഡ് പണിയിലൂടെ KSRTCക്ക് കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും നഷ്ടം വരുന്നത്. അപ്പോൾ അതൊക്കെ മേക്കപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പുകൾ കുറച്ച് വേഗത്തിൽ പോകണം. കാരണം ഈ സമയം നമ്മൾ മേക്കപ്പ് ചെയ്യണ്ടേ. അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂറൊക്കെയാണ് തൃശ്ശൂർ ഹൈവേയിൽ വണ്ടി കിടക്കുന്നത്. ഡീസൽ മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ സമയം മേക്കപ്പ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. കഴിയുന്നതും സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്ന് പറയുന്ന യഥാർത്ഥ സൂപ്പർ ഫാസ്റ്റ് 1994 ആരംഭിച്ച സൂപ്പർ ഫാസ്റ്റ് എന്ന കോൺസെപ്റ്റ്, ആ സങ്കല്പത്തോടൊപ്പം നമുക്ക് നീങ്ങാം.